ഞാൻ അന്വേഷിച്ചു. എൻ്റെ പാർട്ടി ഓഫീസിലും കത്തുണ്ടായിരുന്നു CPI സ്റ്റേറ്റ് സെക്രട്ടറിക്ക്. എനിക്ക് പോകാൻ പറ്റിയില്ല. ഞാൻ മെയ്ദിനത്തിൻ്റെ ആഘോഷവുമായി ബന്ധപ്പെട്ട് JVP-യുടെ ക്ഷണം സ്വീകരിച്ചുകൊണ്ട് കൊളംബോയിലായിരുന്നു. ഞാനുണ്ടായിരുന്നെങ്കിൽ, ഞാൻ പോയിരുന്നെങ്കിൽ ഒന്നുറപ്പിച്ച് ഞാൻ പറയുന്നു, ഒരിക്കലും ഞാൻ ആ സ്റ്റേജിൽ കയറി ഇരിക്കില്ല. ഞാൻ സദസ്സിലേ ഇരിക്കൂ. അതൊരു കൾച്ചറാണ്, ഒരു രാഷ്ട്രീയ സംസ്കാരമാണത്. ആ സംസ്കാരത്തിൽ കമ്മ്യൂണിസ്റ്റുകാർ വേറെ, BJP വേറെ. ഏതെങ്കിലും പ്രധാനമന്ത്രിയുടെയോ അല്ലെങ്കിൽ വേറൊരു മന്ത്രിയുടെയോ പാർട്ടിയുടെ നേതാവായതുകൊണ്ട് ആർക്കും കയറി ഏത് വേദിയിലും ഇരിക്കാമെന്ന് പറയുന്ന ആ സംസ്കാരം ഞങ്ങൾക്കില്ല. കമ്മ്യൂണിസ്റ്റുകാർ വില കുറഞ്ഞ ആ രീതിക്കെതിരാണ്. BJP-ക്ക് ഇതൊന്നും മനസ്സിലാകില്ല. ദേശീയ സംസ്കാരം എന്നെല്ലാം പറഞ്ഞുകൊണ്ട് BJP എന്നും പറയാനും പ്രാവർത്തികമാക്കാനും ശ്രമിക്കുന്ന കാര്യങ്ങളെല്ലാം സത്യം പറഞ്ഞാൽ പൊങ്ങച്ചത്തിൻ്റെയും പൊള്ളത്തരത്തിൻ്റെയും അഹംഭാവത്തിൻ്റെയും എല്ലാം ദേശവിരുദ്ധമായ സംസ്കാരമാണെന്ന് തെളിയിക്കപ്പെടുകയാണ്. ലാളിത്യമാണ് ഇന്ത്യൻ സംസ്കാരം. അതിൻ്റെ ഏറ്റവും വലിയൊരു മൂലക്കല്ല് ത്യജിക്കലാണ് എന്നാണ് സന്യാസി പാരമ്പര്യം പഠിപ്പിക്കുന്നത്. BJP-ക്ക് ഇതറിയുമെന്ന് എനിക്കറിയാൻ പാടില്ല. സന്യാസി പാരമ്പര്യം, മഹർഷിമാരുടെ ജീവിതം, അതൊക്കെ വായിച്ചാൽ മനസ്സിലാകും. അവർ ഇടിച്ചു കയറാനും തള്ളിക്കയറി ഇരിക്കാനും കസേര നോക്കി പായാനും ഒന്നും പറയുന്നില്ല. അവർ ത്യജിച്ചവരാണ്. ത്യാഗമെന്നതേ നേട്ടം, താഴ്മതാൻ അഭ്യുന്നതി എന്ന് പാടിയത് ഈ നാട്ടിലാണ്. ഇതൊന്നും BJP-ക്കും അതിൻ്റെ പുതിയ പ്രസിഡന്റിനും അറിയില്ലെങ്കിൽ അറിയുന്നവരുണ്ടാകും. BJP-യിൽ അവരെല്ലാം ഉണ്ടെങ്കിൽ അവരത് പഠിപ്പിച്ചു കൊടുക്കണം. ഈ വേടനുമായി ബന്ധപ്പെട്ട കേസിൽ വനംവകുപ്പ് പിന്നോട്ട് പോവുകയാണ്. ആദ്യഘട്ടത്തിൽ ശക്തമായ നടപടിയിലേക്ക് പോയി. പിന്നീട് അത് തല്ല് തിരിച്ചു കൊടുക്കണം എന്ന രീതിയിലേക്ക് അടക്കം പോകാം. വനംവകുപ്പിന് വീഴ്ചയുണ്ടായിരുന്നു. വേടനെ പറ്റി ഞങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. അടുത്ത കാലത്ത് ഞാൻ മലയാളത്തിൽ വായിച്ച ഏറ്റവും ശക്തമായിട്ടുള്ള പ്രസ്താവന, ധീരമായത്, ആത്മാർത്ഥമായത്, അതായിരുന്നു വേടന്റെ പ്രസ്താവന. ആ പ്രസ്താവനയ്ക്കകത്ത് കാണാം ആരാണ് വേടനെന്ന്. അങ്ങനെയുള്ള ഒരാൾ, ഒരു ശ്രീലങ്കൻ അഭയാർത്ഥിയുടെ അമ്മ, ഒരു താഴേക്കടയിലുള്ള ജീവിതത്തിൽ ജീവിച്ചു പോകുന്ന ഒരു അച്ഛൻ, നമ്മുടെ ജാതിഘടന പ്രകാരം താഴെയുള്ള ഒരു ജാതിയിൽപ്പെട്ടൊരു അച്ഛൻ, അവരുടെ മകൻ അനുഭവത്തിന്റെ മേൽ കൈവച്ചുകൊണ്ടായിരിക്കും ഇതെല്ലാം പറഞ്ഞതും പാടിയതും. വേടന്റെ ഞാൻ കേട്ട എല്ലാ പാട്ടുകളിലും മുഴങ്ങുന്നത് ആ ശബ്ദമാണ്. മർദ്ദിതവർഗത്തിന്റെ നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടത്തിന്റെ, കാത്തിരിപ്പിന്റെ, ആഹ്വാനത്തിന്റെ സ്വരമാണ് ഞാൻ കേട്ട എല്ലാ പാട്ടുകളിലും വേടൻ പാടിയത്. അതുകൊണ്ട് അനുവാചകൻ എന്ന രീതിയിലും മലയാളിയായതുകൊണ്ടും എനിക്ക് ബഹുമാനമാണ് വേടനോട്. ആ സ്റ്റേറ്റ്മെന്റിന്റെ പ്രത്യേകത എന്താ? ഒരു തെറ്റ് പറ്റിയത് സമ്മതിച്ചു. അതൊരു മഹത്വമാണ്, കരുത്താണത്. സർക്കസ് കാണിച്ചുകൊണ്ടും അത് തെറ്റല്ല എന്ന് സ്ഥാപിക്കാൻ ശ്രമിച്ചുകൊണ്ടും പലരും സ്വന്തം ചെയ്തിയെ വെള്ളപൂശാൻ ശ്രമിക്കുമ്പോൾ വേടൻ പറഞ്ഞു, എനിക്കൊരു വീഴ്ച പറ്റി. അധീരമായ പ്രസ്താവനമാണത്. ഈ പാത ആരും പിൻപറ്റിക്കൂടാ എന്ന് പറഞ്ഞു. വീണ്ടും ഞാൻ പറയട്ടെ, ധീരമാണ് നിലപാട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഞാൻ അടുത്ത കാലത്ത് വായിച്ച ഏറ്റവും ധീരമായ, ഓണസ്റ്റായ പ്രസ്താവനയാണ് വേടൻ്റേത്. അങ്ങനെയുള്ള ഒരാളെപ്പറ്റി എല്ലാവരും ചിന്തിക്കേണ്ടതാണ്. വനം വകുപ്പിന്റെ മേധാവിയുടെ പ്രസ്താവന ഞാൻ രാവിലെ പേപ്പറിനകത്ത് വായിച്ചു. വനം വകുപ്പ് ഇരട്ടത്താപ്പിന്റെ വകുപ്പാകാൻ പാടില്ല.